എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അലോട്ട്മെന്റ് കിട്ടിയവർ ഒക്ടോബർ 4 തീയതിക്കുള്ളിൽ ടോക്കൺ ഫീ എന്ത് ചെയ്യണം? പേ ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ടോക്കൺ ഫീ അടയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ടോക്കൺ ഫീ പേ ചെയ്യാവുന്നതാണ്. ടോക്കൺ ഫീ പേ ചെയ്യാത്തവർക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കോളേജ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടച്ച് ഒക്ടോബർ 6, 7, 8 എന്നീ തീയതിക്കുള്ളിൽ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും? അലോട്ട്മെന്റ് മെമ്മോ കിട്ടും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ പോകുമ്പോൾ, കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഡോക്യുമെന്റ്സും പിന്നെ അലോട്ട്മെന്റ് മെമ്മോയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഒക്ടോബർ 6, 7, 8 തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം? കോളേജിൽ ജോയിൻ ചെയ്യണം. കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്താണ്? നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക? എല്ലാവരും പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ടോക്കൺ ഫീ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യുക. വീണ്ടും പറയാണ്, അലോട്ട്മെന്റ് കിട്ടിയവർ മാത്രമാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അലോട്ട്മെന്റ് കിട്ടാത്തവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഒഫീഷ്യൽ നോട്ടീസാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ടോക്കൺ ഫീ ഒക്ടോബർ 4 തീയതിക്കുള്ളിൽ പേ ചെയ്യണം. ഒക്ടോബർ 6, 7, 8 തീയതിക്കുള്ളിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണം. ടോക്കൺ ഫീ അടച്ചവർക്ക് മാത്രമേ വെബ്സൈറ്റിൽ നിന്ന് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ടോക്കൺ ഫീ ഒരിക്കൽ അടച്ചാൽ മതിയാവും. ആദ്യം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു. സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിയില്ല, രണ്ടാമത്തെ കോളേജിലാണ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അവർ ടോക്കൺ ഫീ അടയ്ക്കണം. നിങ്ങൾ ലോഗിൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ഐഡി, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ല എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു, സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് നിങ്ങൾക്ക് വരാം. അങ്ങനെയുള്ളവർ എന്താണ്? ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിലാണ് ഈ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ എന്താണ് ജോയിൻ ചെയ്യേണ്ടത്. അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ സ്റ്റുഡൻസിനെ എടുത്തെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ്? വെദർ അഡ്മിറ്റഡ് എന്നുള്ള ഭാഗത്ത് എന്താണ്? ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അത് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റൂ. ആ കോളേജിൽ ജോയിൻ ചെയ്തെങ്കിൽ അവിടെ പച്ച കളർ ടിക്ക് മാർക്ക് വരും. ആ സീറ്റ്സ് വേക്കൻ്റ് ആണെങ്കിൽ, അതായത് ഓരോ സ്റ്റുഡൻസിന് നേരെയും വെദർ അഡ്മിറ്റഡിൽ ടിക്ക് മാർക്ക്, പച്ച കളർ ടിക്ക് മാർക്ക് വരികയാണെങ്കിൽ ആ കുട്ടി ആ കോളേജിൽ ജോയിൻ ചെയ്തു എന്നാണ് അർത്ഥം. ആ കാൻഡിഡേറ്റ്സിൻ്റെ അവിടെ എന്താണ്? ചുവന്ന കളറിൽ റെഡ് ക്രോസ് മാർക്ക് ആണ് കിടക്കുന്നതെങ്കിൽ എന്താണ്? ആ സീറ്റ്സ് എം ടി ആണ്, ആ കുട്ടി കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. ലിസ്റ്റ് എന്ത് ചെയ്യും? കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ടോക്കൺ ഫീ അടച്ചവരെ ഇതിലെന്ത് ചെയ്യും? കാണാനായിട്ട് സാധിക്കും അടച്ചിട്ടുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഒരു കുട്ടി അലോട്ട്മെന്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ സീറ്റ് അവിടെ വേക്കൻ്റ് ആവുകയും അങ്ങനെയുള്ള വേക്കൻ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യൽ അലോട്ട്മെന്റ് LBSന്റെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. LBSൽ GNM ആൻഡ് ANM കോഴ്സിന് മെയിനായിട്ട് 2 അലോട്ട്മെന്റ് ആണുള്ളത്. സോ 2 അലോട്ട്മെന്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞ് കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞിട്ട് അലോട്ടഡ് ലിസ്റ്റ് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ആവും. അപ്പോൾ ആ ടൈമിൽ ഏതൊക്കെ സ്റ്റുഡൻസ് കോളേജിൽ ജോയിൻ ചെയ്തു, ഏതൊക്കെ സ്റ്റുഡൻസ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ വേക്കൻ്റ് സീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ LBS സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത് ആ വേക്കൻ്റ് സീറ്റ്സിനെ ഫിൽ ചെയ്യുന്നതായിരിക്കും. വേക്കൻ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. LBSലെ GNM ആൻഡ് ANM കോഴ്സിൽ മെയിനായിട്ട് 2 അലോട്ട്മെന്റ് ആണ് ഉള്ളത്. ആ 2 അലോട്ട്മെന്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അലോട്ട്മെന്റ്സ് ഉള്ളത് കൊണ്ടുവന്ന് അപ്ഡേറ്റ് വരുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. LBSന്റെ GNM ആൻഡ് ANM കോഴ്സിന് സീറ്റ്സ് ഒക്കെ വളരെ കുറവാണ്, കോളേജസ് കുറവാണ്. സോ അടുത്ത അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.